ഹലോ ഫ്രണ്ട്സ്, GK വേൾഡിന്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ ചരിത്രങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞുപോയ എപ്പിസോഡുകളെല്ലാം ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തുടർന്നും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തിണകൾ, നാടുകൾ, ആയ് രാജവംശം, ചേര രാജവംശം, രണ്ടാം ചേര സാമ്രാജ്യം ഇവയൊക്കെ ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് തിണകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ തിണയാണ് കുറിഞ്ചി. അതിന്റെ വിഭാഗം പർവ്വത പ്രദേശമായിരുന്നു. ആരാധനാമൂർത്തി ചേയോനാണ്. നിവാസികൾ കാനവരും വേടരുമാണ്. അടുത്ത തിണ പാലയാണ്. വിഭാഗം പാൽ പ്രദേശം. ആരാധനാമൂർത്തി കൊറ്റവയും. നിവാസികൾ മറവരും കള്ളരുമാണ്. അടുത്ത തിണ മുല്ലൈ. വിഭാഗം പുൽമേടുകൾ. ആരാധനാമൂർത്തി മായോൻ. നിവാസികൾ ഇടയർ, ആയർ. അടുത്ത തിണ മരുതം. വിഭാഗം കൃഷിഭൂമി. ആരാധനാമൂർത്തി വേന്ദർ, വേന്തൻ. നിവാസികൾ ഉഴവർ, തൊഴുവർ. അടുത്ത തിണ നെയ്തൽ. വിഭാഗം തീരപ്രദേശം. ആരാധനാമൂർത്തി കടലോൻ. നിവാസികൾ പരവതർ, ഉപ്പവർ, മീനവർ. പ്രധാനമായും 3 ശക്തികളുണ്ട്. പ്രാചീന കേരളത്തിലെ 3 രാഷ്ട്രീയ ശക്തികളാണ് തെക്ക് ആയ് വംശവും, വടക്ക് ചേര വംശവും, വടക്കേയറ്റം ഏഴിമല രാജവംശവും. ഇനി നാടുകൾ. വേണാട്, കുട്ടനാട്, കുടനാട്, പൂഴിനാട്, കർക്കനാട് എന്നിങ്ങനെ തമിഴകം 5 നാടുകളായി വിഭജിച്ചിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ ഏതാനും പ്രദേശം ഉൾപ്പെട്ട പ്രദേശമാണ് വേണാട്. എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളും കൊല്ലം ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ഉൾപ്പെട്ട പ്രദേശമായിരുന്നു കുട്ടനാട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് കുടനാട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഏതാനും ഭാഗങ്ങളും ഉൾപ്പെട്ടതാണ് പൂഴിനാട്. വയനാട്, ഗുണ്ടല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് കർക്കനാട്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ആയ് രാജവംശത്തെ കുറിച്ചിട്ടാണ്. ആയ് രാജവംശം സ്ഥാപിതമായത് സംഘകാലത്തിന്റെ തുടക്കത്തിലായിരുന്നു. ആയ് രാജവംശത്തിന്റെ സ്ഥാപകൻ ആയ് അന്തിരനാണ്. സംഘകാലത്ത് നാഗർകോവിൽ മുതൽ തിരുവല്ല വരെ സഹ്യപർവ്വത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യം ഭരിച്ചിരുന്നത് ആയ് രാജവംശമാണ്. ആയ് രാജവംശത്തെക്കുറിച്ച് പരാമർശമുള്ള തമിഴ് കൃതിയാണ് പുറനാനൂറ്. ആയ് രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാനമാണ് പൊതിയിൽ മല അല്ലെങ്കിൽ ആയ്ക്കുടി. പൊതിയിൽ മലയുടെ ഇപ്പോഴത്തെ പേര് അഗസ്ത്യകുടം എന്നാണ്. ആയ് രാജാക്കന്മാരുടെ ആസ്ഥാനം ആയ്ക്കുടിയിൽ നിന്നും വിഴിഞ്ഞമാക്കി മാറ്റിയത് കരുനന്തടക്കൻ, ശ്രീവല്ലഭൻ, പാർത്ഥിവശേഖരൻ എന്നിങ്ങനെ അറിയപ്പെട്ട ആയ് രാജാവാണ് കരുനന്തടക്കൻ. ആയ് അന്തിരൻ, തിതിയൻ, അതിയൻ, കരുനന്തടക്കൻ, വിക്രമാദിത്യ വരഗുണൻ എന്നിവരാണ് പ്രധാന ആയ് രാജാക്കന്മാർ. ആയ് അന്തിരന്റെ ഭരണകാലത്തെ ഒരു പ്രമുഖ കവിയാണ് മുടമൂസിയാർ. ആയ് രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രങ്ങളാണ് വിഴിഞ്ഞവും കാന്തല്ലൂരും. ഇനി കാന്തല്ലൂർ ശാല. പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാ കേന്ദ്രമായിരുന്നു കാന്തല്ലൂർ ശാല. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്നതും കാന്തല്ലൂർ ശാലയാണ്. കാന്തല്ലൂർ ശാലയുടെ സ്ഥാപകനാണ് കരുനന്തടക്കൻ. ആയ് രാജാക്കന്മാരെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്ന വിക്രമാദിത്യന്റെ ശാസനമാണ് പാലിയ ശാസനം. ആയ് ഭരണകാലത്ത് നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളുടെ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നത് കീഴവൻ എന്നാണ്. ആയ് രാജവംശം വൃഷ്ണി വംശത്തിൽ അല്ലെങ്കിൽ യാദവ വംശത്തിൽപ്പെട്ടവരാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ശാസനമാണ് പാലിയം ശാസനം. അതിയന്റെ ഭരണകാലത്ത് ആയ് രാജവംശം ആക്രമിച്ച പാണ്ഡ്യ രാജാവാണ് പശുംപൂൻ പാണ്ഡ്യൻ. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ രാജവംശമാണ് ആയ് വംശം. ആയ് രാജാക്കന്മാരുടെ തലസ്ഥാനം വിഴിഞ്ഞമാണ്. ആയ് രാജവംശത്തിന്റെ രാജകീയ മുദ്ര ആന. ആയ് രാജവംശത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയായിരുന്നു. ആയ് രാജവംശത്തിന്റെ പരദേവത ശ്രീ പത്മനാഭനാണ്. ആയ് രാജവംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ് വിക്രമാദിത്യ വരഗുണൻ.
കേരളത്തിലെ അശോകൻ എന്നറിയപ്പെട്ടിരുന്നത് വിക്രമാദിത്യ വരഗുണനെയാണ്. കേരളത്തിലെ അശോകൻ എന്ന വിക്രമാദിത്യ വരഗുണനെ വിശേഷിപ്പിച്ചത് MGS നാരായണനാണ്. പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന വേദ പഠന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാല എന്നാണ്. പാർത്ഥിവ ശേഖരപുരം ശാല സ്ഥാപിച്ചത് കരുനന്ദടകനായിരുന്നു. കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന പാർത്ഥിവപുരം വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ച ആയ് രാജാവാണ് കരുനന്ദടക്കൻ. പമ്പാ നദി മുതൽ കന്യാകുമാരി വരെയുള്ള ആയ് രാജ്യത്തെ ടോളമി വിശേഷിപ്പിച്ചിരുന്നത് അയോയ് എന്നാണ്. പുറനാനൂരിൽ പരാമർശിക്കുന്ന ആയ് രാജാവാണ് ആയ് അന്തിരൻ. പൊതിയിൽ സെൽവൻ എന്നറിയപ്പെട്ടിരുന്ന ആയ് രാജാവാണ് തിതിയൻ. പ്രസിദ്ധ കവികളായിരുന്ന കപിലർ, പരണർ എന്നിവർ ആരുടെ സദസ്സിൽ അലങ്കരിച്ചിരുന്നു? തിതിയൻ. പാണ്ഡ്യ രാജാവായിരുന്ന മരഞ്ചടയൻ ആയ് രാജ്യം ആക്രമിച്ചതായി പരാമർശമുള്ള ശിലാലിഖിതമാണ് കഴുകുമലൈ ശാസനം. അടുത്തതായി ഞാൻ ചേരവംശത്തെ കുറിച്ചാണ് പറയുന്നത്. സംഘകാലത്ത് കേരളത്തിന്റെ മധ്യഭാഗങ്ങൾ ഭരിച്ചിരുന്നത് ചേര രാജവംശമായിരുന്നു. ചേരന്മാരുടെ ആസ്ഥാനം വാഞ്ചിയാണ്. ചേര രാജാക്കന്മാരുടെ രാജകീയ മുദ്ര അമ്പും വില്ലുമായിരുന്നു. അശോകന്റെ ഏതു ശാസനത്തിലാണ് ചേരളം പുത്രയെക്കുറിച്ച് പരാമർശമുള്ളത്? ഗിരിനാർ ശാസനത്തിലാണ്. ചോള രാജാവായിരുന്ന കരികാല ചോളന്റെ സമകാലികനായിരുന്ന ചേര രാജാവാണ് ഉദിയൻ ചേരലാതൻ. ഉദിയൻ ചേരലാതന്റെ തലസ്ഥാനമായിരുന്നത് കുഴുമൂരാണ്. ആദ്യ ചേര രാജാവ് ഉദിയൻ ചേരലാതനാണ്. ദാനശീലനായ ചേരൻ എന്നറിയപ്പെട്ടിരുന്നത് ഉദിയൻ ചേരലാതനെയാണ്. ഉദിയൻ ചേരലാതനെ പരാജയപ്പെടുത്തിയ ചോള രാജാവാണ് കരികാലൻ. കരികാലൻ ഉദിയൻ ചേരലാതനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വെണ്ണി യുദ്ധം. ചിലപ്പതികാരത്തിൽ പരാമർശ വിധേയനായ ആദ്യ ചേര രാജാവാണ് വേൽക്കിഴുകുട്ടവൻ അല്ലെങ്കിൽ ചെങ്കുട്ടവൻ. ചേരന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതികളാണ് പതിറ്റുപത്തും അകനാനൂറ്. കേരള ചരിത്രത്തിൽ നൂറ്റാണ്ടു യുദ്ധം എന്നറിയപ്പെട്ടിരുന്നത് ചേര ചോള യുദ്ധമാണ്. കൊടുങ്ങല്ലൂരിൽ കണ്ണകി ക്ഷേത്രം പണിത് പ്രതിഷ്ഠ നടത്തിയ ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടവൻ. കടൽ പുറകോട്ടിയ എന്ന ബിരുദം നേടിയ ചേര രാജാവാണ് ചെങ്കുട്ടവൻ. ഇമയവരമ്പൻ എന്ന ബിരുദം നേടിയ ചേര രാജാവാണ് നെടും ചേരലാതൻ. അധിരാജ എന്ന പദവി നേടിയ ആദ്യ ചേര രാജാവാണ് നെടും ചേരലാതൻ. വാനവരമ്പൻ എന്ന വിശേഷണമുള്ള ചേര രാജാവാണ് ഉദിയൻ ചേരലാതൻ. അടുത്തതായി നമുക്കിനി രണ്ടാം ചേര സാമ്രാജ്യത്തെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ കുലശേഖരന്മാരെ കുറിച്ച്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 800 മുതൽ 1102 AD വരെയായിരുന്നു. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം മഹോദയപുരമായിരുന്നു. ചേരന്മാരുടെ തലസ്ഥാനമായിരുന്ന മഹാദയപുരം അഥവാ തിരുവഞ്ചിക്കുളത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ എന്നാണ്. കുലശേഖര സാമ്രാജ്യ സ്ഥാപകനാണ് കുലശേഖര വർമ്മൻ. ശങ്കരാചാര്യരുടെ സമകാലീനനായ ചേര രാജാവാണ് കുലശേഖരവർമ്മ. കുലശേഖര ആൾവാരുടെ സമകാലീനനായിരുന്ന പ്രസിദ്ധ കവിയാണ് തോലൻ. തോലന്റെ പ്രസിദ്ധമായ കൃതികളാണ് ആട്ടപ്രകാരവും ക്രമദീപികയും. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നത് കുലശേഖരന്മാരുടെ ഭരണ കാലഘട്ടമായിരുന്നു. കുലശേഖര ആൾവാറിന്റെ പ്രധാന നാടകങ്ങളാണ് തപതീ സംവരണം, സുഭദ്രാധനജ്ഞയം, വിചിന്നാഭിശേഷം. കുലശേഖര കാലഘട്ടത്തിലെ കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു കാന്തള്ളൂർ, വിഴിഞ്ഞം, കൊല്ലം, മുസിരിസ്. കുലശേഖര ആൾവാറിന് ശേഷം അധികാരത്തിൽ വന്നത് രാജശേഖരവർമ്മനായിരുന്നു. AD 829 മാമാങ്കത്തിന് തുടക്കമിട്ടത് ഏത് ചേര രാജാവിന്റെ സമയത്താണ്? രാജശേഖരവർമ്മന്റെ സമയത്ത്. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ച കുലശേഖര രാജാവാണ് ഗോദാരവിവർമ്മ. മഹാദയപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ച സമയത്തെ കുലശേഖര രാജാവാണ് സ്ഥാണു രവിവർമ്മ. അറബി സഞ്ചാരിയായ സുലൈമാൻ കേരളം സന്ദർശിച്ചത് സ്ഥാണു രവിവർമ്മന്റെ കാലത്തിലാണ്. ശങ്കരനാരായണീയത്തിന്റെ കർത്താവായ ശങ്കരനാരായണൻ ഏത് കുലശേഖര രാജാവിന്റെ ആസ്ഥാന പണ്ഡിതനായിരുന്നു? സ്ഥാണു രവിവർമ്മ കുലശേഖരൻ. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ വാനനിരീക്ഷണശാല മഹാദയപുരത്തെ വാനനിരീക്ഷണശാലയായിരുന്നു. മഹാദയപുരത്ത് വാനനിരീക്ഷണശാല സ്ഥാപിച്ച പ്രസിദ്ധനായ ജ്യോതിഷ ശാസ്ത്രജ്ഞനാണ് ശങ്കരനാരായണൻ.
ശങ്കരനാരായണന്റെ പ്രസിദ്ധ കൃതികളാണ് ശങ്കരനാരായണീയം, ഗൗരികാന്തോദയം. കേരള ചൂടാമണി എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന കുലശേഖര രാജാവാണ് കുലശേഖര ആഴ്വാർ. ചേരമാൻ പെരുമാൾ നായനാർ എന്നറിയപ്പെട്ടിരുന്നത് രാജശേഖരവർമ്മനെയാണ്. ആശ്ചര്യമഞ്ജരി എന്ന ഗദ്യകൃതിയുടെ കർത്താവാണ് കുലശേഖര ആഴ്വാർ. തമിഴ് ഭക്തികാവ്യമായ പെരുമാൾ തിരുമൊഴിയുടെ കർത്താവാണ് കുശലശേഖര ആഴ്വാർ. കുലശേഖര ആഴ്വാർ രചിച്ച സംസ്കൃത ഭക്തി കാവ്യമാണ് മുകുന്ദമാല. അപ്പോൾ ഇതുവരെ തന്ന ലൈക്സും കമൻസും ഷെയറും നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും നന്ദിയുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. Then thank you for watching my channel.